ഗൈസ്, ഒരു കടല റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ കടല ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് വേണ്ടത് സവോള അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്കൊരു ചീനിച്ചട്ടി സ്റ്റൗവിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ പെരുംജീരകം ചതച്ചത് അതിലേക്ക് ഇടുക. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ കളറൊന്ന് മാറി വരുന്നിടം വരെ. ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കാം. ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിലെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും പൊടിയും കൂടി ആഡ് ചെയ്യാം. ആൻഡ് മിക്സ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കടല വേവിച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇത് കുറച്ച് നേരം ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടപ്പൊന്ന് തുറക്കാം. നന്നായി ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി റോസ്റ്റാക്കി എടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഫൈനലി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടല ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ആക്കണേ. താങ്ക് യു.